അതേപോലെ അല്ലേ. ഇതായിരിക്കാം ഇപ്പം മീനയുടെ പഴയതാ. പഴയത് നല്ല ചെറുപ്പക്കാരത്തെ തോന്നും. ഇപ്പോഴും സുന്ദരിയല്ലേ? അഞ്ജുവിൻ്റെ നാട്ടിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് 2 അമ്മൂമ്മമാരെ വീട്ടിൽ പോയതും ഒക്കെ ആയിരുന്നു. മീൻസ് ഓരോ കണ്ടതും ഓരോ വീട്ടിൽ പോയതൊക്കെ ആയിരുന്നു. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദെയർ ഹോം വിസിറ്റ്. ഞങ്ങളവിടെ ചെന്നതിൻ്റെ പിറ്റേന്നേനും ഈ അമ്മൂമ്മമാരെ ഒരമ്പലത്തിൽ വെച്ച് കണ്ടത്, തൊട്ടടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഞങ്ങൾ ഈ അമ്മമ്മമാരെ 2 പേരുണ്ട് കേട്ടോ, ഓരോ വീട്ടിൽ പോണേ അന്ന് രാവിലെ വേറൊരു അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും എന്തായാലും വീട്ടിലേക്ക് വരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിൽ പോയി. ഈ വീടിൻ്റെ മുന്നിലും ബാക്കിലും ഒക്കെ എൻട്രൻസാണ്. നല്ല രസമായിട്ട് കാണാൻ. ഇതാണ് നമ്മളെ കഥയിലെ മെയിൻ കഥാപാത്രം കുഞ്ഞലക്ഷ്മി അമ്മ. ഇങ്ങനെയാണ് അഞ്ജുവിൻ്റെ വീട്ടുകാര്. മറ്റേ അമ്മൂമ്മ എവിടെ പോയി? അല്ല, അമ്മൂമ്മന്റെ ഫോട്ടോ എടുക്കട്ടെ. ഇതാണ് നമ്മളെ രണ്ടാമത്തെ അമ്മ. അമ്മ കുറച്ചുകൂടി ശൈയാട്ടോ. ഒപ്പമ്മ പിന്നെ ഫുൾ വൈബ് ചെയ്യുന്നു കേട്ടോ. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് വേറെ ലെവലേനും. അമ്മമ്മ കളിക്കില്ല. അമ്മമ്മ കളിക്കുന്നില്ലേന്ന് കുറവാല്ലേ? അമ്മമ്മ സൂപ്പർ. ഇനി കൊണ്ടുപോയി ടീച്ചർമാർക്ക്. അപ്പോൾ ആദ്യത്തെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അമ്മ വീട് കാണിച്ചു തരുന്നു കേട്ടോ. വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്, ലൈക്ക് മൊത്തം ചുറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആണല്ലേ? 4 ഭാഗത്തും ക്യാമറ ഉണ്ടല്ലോ. കള്ളന്മാരൊക്കെ ഉണ്ട് ഇവിടെ. കള്ളന്മാരുണ്ട്. അയ്യോ, നായ എനിക്ക് പേടിയാ. ഇതാണ് വീടിന്റെ മുൻവശം. ഇതാണ് വീടിന്റെ മുൻവശം. അയ്യോ അച്ഛമ്മ, നായ പേടിയാ. കൂട്ടുണ്ടല്ലോ. ഓ, ഇതില് മുൻവശം നമ്മള് കണ്ട. ഇത് വീടിന്റെ മുൻവശം അല്ലേ? പഴയ മെല്ലെ നടക്കേ. നീയല്ലേ എടുക്കള. ക്യാമറ പറ്റിച്ചാൽ നമ്മളെ ഞങ്ങളുടെ 2 പെണ്ണുങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാ കള്ളന്മാരൊക്കെ ഉള്ളതല്ലേ. എവിടെ? 4 ഭാഗത്തും ഉണ്ടല്ലേ? കണ്ട് 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 കണ്ടില്ലേ? അപ്പൊ ശ്രദ്ധിക്കാൻ ഞാൻ പറ്റില്ല. ഇങ്ങനെ ഉറപ്പുള്ളായോണ്ടല്ലേ? ഉറപ്പുള്ളായോണ്ട്. പക്ഷെ ഇരുമ്പായോണ്ട് കുഴപ്പമില്ല. ഇരുമ്പൊക്കെ ആയോണ്ടേ അത്ര പേടിക്കാനില്ല. ഒപ്പം അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടും തീരാത്ത കുറേ കഥ ഉണ്ടായിരുന്നു. മീൻസ് ഓരോന്നിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഇത് നല്ല രസമായിരുന്നു. എല്ലാം ഞാനിങ്ങനെ കേട്ടിരുന്നു. അത് മഴയത്ത് ഉപയോഗിക്കുന്നല്ലോ. ഓണത്തിന്. ഇങ്ങനെ പോകുമ്പോഴെ കൂടെ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ചൂട് ടേസ്റ്റ് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിച്ച് വാങ്ങിയെല്ലാം മുറിച്ച് കാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ന്യൂസ് എന്നും കേൾക്കൂലേ?
എന്താണ് മൂർത്തിയായി അല്ല ഇന്നലെ മിഞ്ഞാന്ന് ഒന്നുമില്ലല്ലോ കണ്ട് മിഞ്ഞാന്ന് ഇന്നലെ ഇവിടെ പക്ഷെ യൂട്യൂബിൽ ഇങ്ങനെ വാർത്ത കാണാം. ന്യൂസ് ഫോണിൽ വരുന്നതേ ഉള്ളൂ, ടി വി ഒന്നും ടി വി ഇല്ലല്ലോ, ഞങ്ങൾ ഹോസ്റ്റലിലല്ലേ നിക്കുന്നേ. 35 ആള് ആ പറയണ്ട. അപ്പൊ ഞാന് ഒപ്പം നല്ല അപ്ഡേറ്റ് അല്ലേ, ഒപ്പം എല്ലാ ന്യൂസൊക്കെ അപ്ഡേറ്റ് അല്ലേ. 35 ആള് ഓപ്പേ അതൊന്നും പറ്റൂലേ. ആ അത് പറ്റൂലേ. ഇത് അച്ഛമ്മേന്റെ റൂമാ. ഇവിടെ മുകളിലൊരു റൂമും താഴത്തെ റൂം മാത്രമേ ഉള്ളൂ. വീട് ഇങ്ങനെ കാണാൻ ആ മുകളിലോട്ട് കോണിണ്ട് അല്ലേ. റൂമൊന്നും അധികല്ലേ, ആ പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടായി. റൂമൊന്നും അധികല്ല. ഞാനൊക്കെ പാട് വരുമ്പോഴൊക്കെ സ്ഥലം കുറവൊക്കെയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടിവിയില് യൂട്യൂബില് ചാനല്. ഓ ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കേറുമ്പോ ഇങ്ങനെ അല്ലേ. അങ്ങനെ അടുക്കും അതിന്റെ അടുത്ത് കൊണ്ടുപോവാണ്. വേണ്ട വേണ്ട ടി വി വെക്കണ്ട, അമ്മയും വന്നോളി. പൂജാമുറി. അമ്മ ഞാൻ എടുക്കുന്നതിനനുസരിച്ച് മാറുക അല്ലേ. ഓ ടി വി ബാറ്ററി ക്യാമറയുടെ ആ ഇവിടെയും കണക്റ്റഡ് ആന്നാ കണക്ഷൻ, അതിന്റെ കണക്ഷൻ ഇവിടെ. ഓ CCTV അല്ല, അപ്പൊ അച്ഛമ്മമാർക്കും കാണാ. അത് പൊട്ടിച്ചു. ആ ഒപ്പം പറഞ്ഞേ 2 മണിയായിപ്പോ. നല്ല രസമുണ്ട്, പക്ഷെ നന്നായില്ലേ, പേടിക്കാനല്ലോ. ആ നമുക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് പോണം. ഞാനിന്നെ ഇപ്പൊ നാളെ പോകുമ്പോ കരയും, ഉറപ്പാണ്. അച്ഛമ്മ അങ്ങോട്ട് വരും ഒരു ദിവസം, കോഴിക്കോടേക്ക് വരും. ഞങ്ങള് വരുമ്പോ അച്ഛമ്മയൊക്കെ കൂട്ടി വരും. എല്ലാരെയും കൂട്ടി ഓക്കെ 2 ദിവസം ഇവിടെ നിൽക്കുക. 2 ദിവസം അവിടെ നിൽക്കുക. ഇവിടെയോ? എങ്ങനെ അച്ഛമ്മ? പൊടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കേരളല്ലേ. ആ ഞാൻ പോയിക്കോളാം. പക്ഷെ സാധാരണ ഉപയോഗിക്കാത്തോണ്ടേ ഓ ഭ്രാന്തി എന്നല്ല പറയാ. ഓ ഇത് കാക്കടിച്ചിട്ട് കിടക്കണം. ഏത് ഇതോ? അപ്പൊ വേറെ മെക്കാനിസം അല്ല. ഓ അച്ഛൻ എന്തിലേനു പണി? ഓ എങ്ങനെ പറഞ്ഞ ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് എവിടെ? ഓ അപ്പൊ അവിടുന്ന് മേടിച്ചോണ്ടോന്നായിരിക്കും അല്ലേ. അപ്പൊ അച്ഛമ്മേന്റെ വീട് എവിടെയായിരുന്നു? മലപ്പുറം തന്നെ അല്ലേ. ഓ നിലമ്പൂര് തേക്കിന്റെ കേട്ടിക്കുന്ന്. ആ ഓ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ നോക്കി. അമ്മമ്മമാർ 2 പേരും കുറേ ഫോട്ടോസ് കാട്ടി തന്നു. പിന്നെ കുഞ്ഞലക്ഷ്മി അമ്മയ്ക്ക്, അതായത് നമ്മൾ ഓപ്പമ്മയ്ക്ക് 80 വയസ്സായതിനെ തുടർന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കാട്ടി തന്നു. കുഞ്ഞലക്ഷ്മി അമ്മ കാലങ്ങളായിട്ട് ഇവിടെയുള്ള കുറേ ആൾക്കാരെ തിരുവാതിര പഠിപ്പിച്ച ഒരു ഡാൻസറും കൂടിയാണ് ഒപ്പമ്മ. ഒപ്പ എന്നാണ് ഞാൻ ആക്ച്വലി പറയുന്നത്, ഓപ്പമ്മ. ഈ കൊറിയൻ്റെ ചേരുന്ന കേട്ടോ ഇടയ്ക്ക്. അപ്പം അതിൻ്റെ കുറേ കഥകളും പിന്നെന്താ ഫോട്ടോസും ഒക്കെ കാട്ടിത്തരികയും പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അച്ഛമ്മയുടെ പാർക്കുട്ടി അച്ഛമ്മേന്റെ പേര് പാർവതി അല്ലേ? പാർവതിയമ്മ ഇല്ല അല്ലേ തിരുവാതിര അമ്മ പിടിക്കറ്റിയ പാട്ട് പാടാൻ അറിയോ? പാട്ടും കളി എത്ര കളിച്ചാലും അച്ഛമ്മയും ചെയ്യൂല, അച്ഛമ്മ കുറവായിട്ടല്ലേ. അപ്പൊ ഒരു അച്ഛനൊക്കെ പിന്നെതാ നമ്മളെ ഒപ്പമ്മ അമ്മേൻ്റെയും അഞ്ജുവിൻ്റെ അമ്മേൻ്റെയും ഒക്കെ വക ഡാൻസ് ചെയ്യുന്നു. അമ്മയുണ്ടല്ലേ.
ഇവിടുത്തെ പറഞ്ഞു കേട്ടിട്ടും പിന്നെ അല്ലാണ്ടും എനിക്ക് പൂന്താനയിലത്ത് പോകണം നല്ല പൂതി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടൈമൊന്നും കിട്ടിയില്ല. ലൈക്ക് പിന്നെ ഒന്നും പോകാനും പറ്റിയില്ല. പോകേണ്ട തിരക്കിലും ക്ഷീണവും പോകേണ്ട വിഷമോ ഒക്കെ ആയിരുന്നു. അമ്മ ചെറുപ്പത്തിലേ പോണായിരിക്കും അല്ലേ? ആ ഇവിടേക്ക് വന്നിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വന്നിട്ട്. ഒപ്പമ്മയാ? പെണ്ണാളിനോട് വിളിച്ചപ്പോ ചോദിച്ചു ബിന്ദുവിനെ എങ്ങനെയുണ്ട് ഭേദമായോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ സാരിയൊക്കെ അടിപൊളിയാണേ. ഒപ്പനെ പോലെ തന്നെ. ഒപ്പ എത്ര ആൾക്കാരാ? അവര് 3 പെണ്ണും 2 ആളുകളും. ഈ പാർവതി അമ്മൂമ്മേനെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം അമ്മൂമ്മേൻ്റെ ഒരു ഫേസ് കട്ട് ഏറെക്കുറെ എവിടേക്കോ അങ്ങനെ തോന്നി. പിന്നെ അവരോട് യാത്രയെല്ലാം പറഞ്ഞിറങ്ങാൻ നേരത്ത് എനിക്ക് രണ്ടോളം കെട്ടിപ്പിടിച്ചമ്മയ്ക്ക് തന്നെ എന്തൊരു മെൽറ്റായി ഫീൽ. ഇനി കാണുമെന്നും കൂടി അറിയാത്ത മനുഷ്യന്മാരൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു ബോണ്ടുണ്ടല്ലോ, അത് ഭയങ്കര അല്ലേ, എന്താ പറയുക, എന്നേക്കൊക്കെ ഓർമ്മിക്കാൻ എന്നൊക്കെ പറഞ്ഞോണം ഒരു ദിവസമായിരുന്നു.